ഫ്രണ്ട്സ്, വിദ്യാലയം 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് LBSൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് 1/9/2025 പുതിയതായിട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. 5ാമത്തെ അലോട്ട്മെൻറ്റ്, 5th അലോട്ട്മെൻറ്റ് ഫോർ BSc Nursing NRI സീറ്റ്സ് ഓൺലി. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ദ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ടു BSc Nursing 2025 NRI സീറ്റ്സ് ഓൺലി ഈസ് ഓപ്പൺ ഫ്രം 2/9/2025 to 8/9/2025 4 PM. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ NRI സീറ്റുകൾക്ക് മാത്രമായിട്ട് ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പം അവർ 2/9/2025 8/9/2025 4 മണിക്ക് മുന്നോടിയായിട്ട് ഇത് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ NRI സീറ്റിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം ലഭിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് മാറ്റാൻ അനുവദിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാൻ നിങ്ങൾക്കിപ്പം താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്ത് നിങ്ങൾക്ക് ആ കോളേജിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രവേശനം നേടണം. ഇല്ലാത്ത പക്ഷം, നിങ്ങൾ നേടിയില്ലാത്ത പക്ഷം നിങ്ങൾക്ക് പിന്നീട് ഒരു തരത്തിലുമുള്ള മാറ്റം നിങ്ങൾക്ക് അനുവദിക്കുന്നതായിരിക്കില്ല. അപ്പം നാലാമത്തെ അലോട്ട്മെൻറ്റ് നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പുതിയ അലോട്ട്മെൻറ്റ്, പുതിയ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരാണെങ്കിൽ 8/9/2025 2 മണിക്ക് മുന്നേ പ്രവേശനം നേടേണ്ടതുണ്ട്. അപ്പോൾ അപേക്ഷാർത്ഥികൾ 4ാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകളിൽ പ്രവേശനം നേടാതിരുന്നാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി 3ാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ അതിനുശേഷം ഹയറായിട്ട് കൊടുത്തതാണ് 4ാമത്തെ അലോട്ട്മെൻറ്റിൽ. അപ്പം നിങ്ങൾ 4ാമത്തെ അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജ് നിങ്ങൾക്ക് കിട്ടുമ്പം 3ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലെ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം അങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് 4ാമത്തെ കോളേജിലെ ഓപ്ഷൻ കിട്ടുന്നത്. അപ്പം നിങ്ങൾ 4ാമത്തെ കോളേജിൽ നിങ്ങൾ പ്രവേശനം നേടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കോളേജിലെയും സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ അലോട്ട്മെൻറ്റ് ഒന്നും തന്നെ നിലനിൽക്കില്ല. അപ്പം അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ഹയറായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുക്കുന്നതിന്. നിങ്ങൾ ഏത് കോളേജിൽ കൊടുത്തിരുന്നാലും ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ അലോട്ട്മെൻറ്റുകളിലും നിങ്ങൾ ഏതൊക്കെ കോളേജിൽ കിട്ടുന്നോ ആ കോളേജിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രവേശനം നേടേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളിലാണ് നിങ്ങൾക്കിപ്പം കിട്ടിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫർദറായിട്ടുള്ള അലോട്ട്മെൻറ്റുകളിലൊന്നും തന്നെ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് 4ാമത്തെ അലോട്ട്മെൻറ്റ് മുതലുള്ള ഓരോ അലോട്ട്മെൻറ്റിനും പുതുതായിട്ട് ഓപ്ഷൻസ് നൽകേണ്ടി വരും. നിങ്ങളോട് നേരത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇത് പറഞ്ഞിരുന്നു. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പ്രവേശനം നേടിയവരാണെങ്കിൽ NOC, ഇപ്പം ചേർന്നിരിക്കുന്ന കോളേജിൽ നിന്ന് NOCയും നിങ്ങൾക്ക് വേണ്ടി വരും. ഇതിൻ്റെ ഒരു ഡൗൺലോഡ്സ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രത്യേകമായി വന്ന് കിടക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 8 വരെ വൈകിട്ട് 4 മണി മുതൽ 4 മണിക്ക് മുന്നോടിയായിട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പം ഇത്രയുമാണ് LBSൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.